ഇത് എവിടത്തേക്കുള്ളതാണ് ഈ ക്യാഷ് നോട്ട്സ്? ഇത് പാകിസ്ഥാൻ. ഇത് കറക്റ്റ് ആയിട്ട് ചെക്ക് ചെയ്തിട്ട് ഹലോ എല്ലാം ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഞാൻ ചെക്ക് ചെയ്തോ. ഹലോ അതെ, അണ്ടികളുടെ ക്വാളിറ്റി എല്ലാം കറക്റ്റ് അല്ലേ? ചെക്ക് ചെയ്ത പിന്നെ എല്ലാം ഞാൻ രുചിച്ചു നോക്കിയ അണ്ടികളാണ്. വീട്ടിൽ കൊണ്ടുപോയി. വാലിഡല്ലേ വാസു ഇതിന്റെ എല്ലാം? ഏതാ വാസുനെ? വാലിഡല്ലേ വാസു ഇതിന്റെ എല്ലാം? ഏതാ വാസുനെ? അതാ പറഞ്ഞേ, സ്ക്രിപ്റ്റ് ആളോട് തോന്നുന്നു. നമ്മളെ കണ്ടെയ്നർ ലിസ്റ്റ് ചെയ്യുന്നോണ്ട് ഇത് നമ്മുടെ കൺമണി ഓർമ്മയുണ്ട് ഞാൻ അന്ന് പറഞ്ഞത്. ഞാൻ ഓർക്കുന്നു. ഇല്ല കറക്റ്റ് സമയത്താണ്. എവിടുന്ന് കിട്ടി? അതൊന്നും എനിക്കറിയത്തില്ല. അതൊന്നും നമ്മുടെ പഴയ ലിസ്റ്റിലില്ല. ഇതെന്ത് ബോണസ് ഫ്രീ ആയിട്ട് കിട്ടിയത്? എനിക്കറിയത്തില്ല. പിന്നെ അവളല്ലായിരുന്നു കുറച്ചു നാളെ അണ്ടി ഫാക്ടറിയിലെ PA. അപ്പൊ പിന്നെ അണ്ടി ഫാക്ടറി റീഓപ്പൺ ചെയ്യുമ്പോ പിന്നെ PA വേണ്ടേ? അല്ലേ ഞാൻ കൺമണിയോട് കൂടാ. കൺമണി വന്ന് തെറ്റാണ് അല്ല. അല്ലേ കുഴപ്പമില്ല, അത് കൊണ്ടുപോയിക്കോട്ടെ. കണ്ടന്റ് ഇൻകമിങ് ആണെന്ന്. കണ്ടന്റ് ഉണ്ടാ? ഇതിപ്പോ എന്തിനു വലിയ കയറി വന്നത്? ഓ ഇവിടെ എന്റെ കല്യാണം നടത്താൻ പോവാണ് അണ്ടി ഫാക്ടറിക്കകത്ത്. അത് നിനക്ക് സൂഹിക്കുന്നില്ല? നിനക്ക് എന്ത് ചെയ്യാൻ? മറ്റേ ഗർഭസ്ത്രീമാരായിട്ടൊരു സാധനത്തിനെ കൊണ്ടുവന്നാറല്ലോ. എന്ത് ചെയ്യും? തിരിച്ചു വയറ്റിലോട്ട് ഇട്ടാ? എന്തൊന്നും കൂടെ? അതെ കൊച്ചേ, ഇവിടെ വെറുതെ വന്ന് നിൽക്കുന്നൊക്കെ കൊള്ളാം. ഞാൻ പൈസ തരത്തില്ല കേട്ടോ. തൊണ്ടക്കകത്തൊന്നും കേൾക്കുന്നില്ല. നമുക്ക് അത്യാവശ്യം കേൾക്കാം. അതൊക്കെ നമുക്ക് ഇപ്പൊ ചർച്ച ചെയ്യണ്ട. നമുക്ക് എന്തായാലും നേരെ ഫസ്റ്റ് നൈറ്റിലോട്ട് പോവാ. ഇത് മറ്റേ കഥയില്ലാതെ ജീവിതം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അവളെ കണ്ടിട്ടില്ല ചാറ്റിനകത്ത്. അല്ല ചാറ്റിനകത്ത് RP അവളെ കണ്ടിട്ടില്ല. ചേച്ചി കൂട്ടുണ്ട് സീരിയൽ. ഞാൻ സീരിയലോട്ട് ഞാൻ എന്റെ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു എന്റെ ദേഹത്ത് ആരാ കയറുന്ന ആരാ കയറുന്നത്. പിന്നാണ് എനിക്ക് മനസ്സിലായത് ഇവളാ കയറുന്നതെന്ന്. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് എന്റെ ദേഹത്ത് സീരിയലായിട്ട് കയറും. അത് ഞാൻ ഒഴിപ്പിച്ചു വിട്ടെ. ബാധ ഒഴിപ്പിച്ചു വിട്ടു ഞാൻ 2 ദിവസം മുമ്പ്. കഴിഞ്ഞു ആ ബാധ കഴിഞ്ഞു.